السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലേക്കായിട്ടും നേരിൽ കണ്ടും ദുആ വസിയത്തുകൾ അറിയിച്ചവർ തങ്ങളെ ദുആ ചെയ്യണേ. മുറാദുകളെ ഹസിലാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. രോഗങ്ങൾ ശിഫയാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ നീറുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നവര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവര് അർഹമുർ റഹീമീനായ അല്ലാഹ് ആരെല്ലാമാണോ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അല്ലാഹ് അവരുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. നിന്റെ പരീക്ഷണങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ അഫൂ നൽകണേ അല്ലാഹ്. നീ അഫൂ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തില് 25ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ നാം നിലകൊള്ളുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ്, വലിയ മജ്ലിസ് അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഈ പ്രഭാത സമയത്ത് ഞങ്ങളുടെ ദിവസത്തിന്റെ ആരംഭഘട്ടത്തില് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഈ സംഗമിക്കുന്ന ഈ സംഗമം, ഈ മജ്ലിസിൽ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ ഖബൂലാക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ നീറുന്ന പ്രയാസങ്ങളായിട്ട്, വലിയ ബുദ്ധിമുട്ടായിട്ട്, വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലുമായിട്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ്. വലിയ പ്രതീക്ഷയായിട്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ചെല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്
കൂട്ടമായിട്ടുള്ള ദുആഇന്റെ ഇജാബത്ത് കൊണ്ട് അല്ലാഹുവേ ഇവരെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ലാ. പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ഒരു കര നീ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഈ രാവിലെ ഈ പ്രഭാത സമയമാകുമ്പോൾ മജ്‌ലിസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത് എന്താണ്? അവരെ ഒരു മോഹം എന്താണ്? ദിക്റുകൾ ചൊല്ലാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഈ കൂട്ടമായ പ്രാർത്ഥനയിലൊന്ന് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമീൻ എടുക്കാൻ. അതുമാത്രമാണ് മുഅ്മിനീങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ലാഹുവേ എല്ലാ മജ്‌ലിസിലും ഇരിക്കാനും ദിക്ർ ചൊല്ലാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾക്ക് വലിയ അനുഗ്രഹം കിട്ടിയ, വലിയ ഫളൽ ലഭിച്ച വലിയ മജ്‌ലിസാണ് ഈ സയ്യിദി മജ്‌ലിസ് എന്നും ഓരോരോ അനുഭവങ്ങൾ അറിയിക്കുകയാണ്. ഇന്നലെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ മകൻക്കൊരു ഹൈറായ ഒരു ജോലി ലഭിക്കാൻ വേണ്ടി ഞാൻ മജ്‌ലിസിലിരുന്നിരുന്നു. ഞാൻ മജ്‌ലിസിലേക്ക് നേർച്ച ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഒരു ഹൈറായ ഒരു ജോലി മകൻക്ക് ലഭിച്ചു. തങ്ങളെ ലഭിച്ചു. അൽഹംദുലില്ലാഹ് റഹ്മാനുർ റഹീമീനായ അല്ലാഹ് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. സാലറിയിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ആളുകൾ ഓരോരോ കേസുകൾ നിരന്തരമായിട്ട് വിളിച്ചു പറയാണ്. ജയിൽ മോചിതനായ കേസുകൾ, ജയിലിൽ നിന്ന് മോചനം ലഭിച്ച കേസുകൾ, വിവാഹങ്ങൾ റെഡിയായ കേസുകൾ, ജോലി റെഡിയായ കേസുകൾ, അങ്ങനെ ധാരാളം ഭൂമി വിൽക്കാത്ത പ്രയാസത്തിന് വേണ്ടി മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ആ ഭൂമി വിറ്റൊഴിവാക്കിയവര്, അങ്ങനെ ധാരാളം ഫളിലുകൾ ഈ മജ്‌ലിസ് കൊണ്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, പ്രഗ്നൻസി സമയത്ത് അവർ സ്കാനിങ് ചെയ്ത സമയത്ത് കുഞ്ഞിന്റെ അവയവങ്ങളില്ല. സുബ്ഹാനല്ലാഹ്, നഊദുബില്ലാഹ്, കുഞ്ഞിന്റെ അവയവങ്ങൾ കാണുന്നില്ല. എനിക്ക് അവര് ബന്ധപ്പെടുകയും ഞാൻ അവരോട് നേർച്ചകൾ പറയുകയും മജ്‌ലിസിൽ സ്ഥിരമായി ഇരിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്ത സമയത്ത് അവര് മജ്‌ലിസ് അങ്ങ് ഇരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാവൂല. നമ്മൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഒരു പ്രയാസങ്ങളോ ഒരു പ്രതിസന്ധികളോ നിങ്ങൾക്കുണ്ടാവൂല. നിങ്ങൾ തരണം ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരില്ല. വിശ്വാസത്തോടുകൂടി അവരിരുന്നുണ്ട് മുഅ്മിനീങ്ങളെ. ഞാനിത് പറഞ്ഞതാണ്, മജ്‌ലിസിൽ പറഞ്ഞതാണ്. സ്ഥിരമായി കേൾക്കുന്നവർക്കറിയാം. ഇനി പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി അറിയട്ടെ. അങ്ങനെ ആവുമ്പോഴാണ് മജ്‌ലിസിന്റെ ഓരോരോ ഫളിലുകള് അറിയുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥത കൂടുക. അല്ലേ? ആണ് കൂടുതൽ അപ്പയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ കൺസൾട്ടിങ്ങിനായി എന്നെ സമീപിക്കുന്ന ആളുകളുണ്ട്. തങ്ങളെ ഒരാൾ എന്നെ പറഞ്ഞയച്ചതാണ്, അവരെ കാര്യം റെഡിയായി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ത്വരണ്ടായത് എന്താണ്? അവരെ കാര്യം റെഡി ആയതുകൊണ്ട്. അവരോട് പറഞ്ഞ ആള് കല്യാണം റെഡി ആയിട്ടുണ്ട്, ഇജ അവിടെ പോയോക്ക്. അങ്ങനെയാണ് തങ്ങളെ ഞാൻ വന്നത്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ എന്താണ്, ഇങ്ങനെ ഓരോരോ ഫളിലുകൾ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാൻ ഒരു ആത്മാർത്ഥത കൂടും. നമ്മൾ ചൊല്ലും. അതുകൊണ്ടാണ് ഓരോന്ന് അറിയിക്കുന്നത്. ഹക്കായ കാര്യം, സത്യസന്ധമായ ഹക്കായ കാര്യങ്ങൾ, അല്ലാഹുവേ ഖൈറായ നിലയിൽ കാര്യങ്ങൾ പറയാനും അത് ഖൈറിന്റെ രീതിയിൽ സ്വീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനെ അത് ഡെലിവറിയായി അത് പ്രസവിച്ചെന്നെ മുഅ്മിനീങ്ങൾ ഒരു പ്രയാസമില്ലാതെ, ഓപ്പറേഷനോ ഒരു ബുദ്ധിമുട്ടോ ഒരു ഇടങ്ങേറുമില്ലാതെ. കാരണം എന്താണ്? ദിക്റിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട്. ആ ദിക്റിന്റെ ഒരു മഹത്താണ്, പോരിശയാണ്. മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലാണ് മുഅ്മിനീങ്ങളെ. അവരോട് ഞാൻ പറഞ്ഞത് ദിക്റിന്റെ മജ്‌ലിസിലിരിക്കാം, ഈ മജ്‌ലിസിലിരിക്കാം.
പിന്നെ ഞാൻ പറഞ്ഞത് ഒരു 11 പ്രാവശ്യം എന്നും ജമലുല്ലൈൽ ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ വിളിക്കാൻ മറക്കല്ലേ. അവർ ഈ കാര്യങ്ങൾ അവരുടെ നിലനിർത്തി ജീവിതത്തിൽ ദായിമാക്കി മുഅ്മിനീങ്ങളെ, അതിനുള്ള റിസൾട്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തു. അല്ലാഹുവേ, അങ്ങനെ ധാരാളം ആളുകൾ വലിയ പ്രയാസമായിട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മളെ മജ്‌ലിസിൽ ഇരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് നീ സലാമത്തേക്കണേ അല്ലാ. നീ സലാമത്തേക്കണേ അല്ലാ. നീ രക്ഷയേക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഒരു തബറക്കിന് വേണ്ടി ഒരു നസീഹത്ത് എന്നോണം പറഞ്ഞെന്ന് മാത്രം നമുക്ക് മജ്‌ലിസിലേക്ക് കടക്കാം. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്ന വലിയ മജ്‌ലിസ് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് കടക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഓത്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيم مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
റഹീമീനായ തമ്പുരാനെ ഞങ്ങൾ ഓതിയ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലി തഅലീനെ സ്വീകരിക്കണം അല്ലാഹ്. ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. അവരെ ഖബറിലേക്ക് ഈ തഹ്ലീലിനെ എത്തിക്കണം അല്ലാഹ്. ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്. ഈ തഹ്ലീലിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്. നീ ഹസിലാക്കണം അല്ലാഹ്. ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാറട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ. എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട്. നീ ഹസിലാക്കണം. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ
ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹഖ് ഞാൻ ബർക്കത്തുന അല്ലാഹ് ഞങ്ങൾ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസനാക്കി കൊടുക്കണം അല്ലാഹ് നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ് നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് നീ നൽകല്ല അല്ലാഹ് ഈ ദിക്റിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ് നീ തീർത്ത് നൽകണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണം അല്ലാഹ് ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണം അല്ലാഹ് ശുദ്ധീകരിക്കണം അല്ലാഹ് ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണം അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല് ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല് കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്റിനെ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ് നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ് ഒരു വീടില്ലാത്തവര് വീടിന് കൊതിക്കുന്നവർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ് അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ് പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ് തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ് അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ് മാരകമായ ക്യാൻസർ രോഗം നൽകല്ലേ അല്ലാഹ് ട്യൂമർ നൽകല്ലേ അല്ലാഹ് അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ് അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് നീ നൽകല്ലേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ് നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ
നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്. അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور وهلي. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്, നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ്. ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ല അല്ലാഹ്, സ്തന
മലത്തിന്റെ ഭാഗത്ത് മുയവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്നൊരവസ്ഥ മജ്‌ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. ഒരു മജ്‌ലിസിനെ ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് അല്ലാഹ്. ഒരു മജ്‌ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ്. നീ കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്. അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കാം. ധാരാളം ആളുകൾ വലിയ പ്രയാസമായിട്ട് നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട്, എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ധാരാളം ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. മുറാദുകൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും മുറാദ് നീ ഹസലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് കൊടുക്കണേ അല്ലാഹ്. മോന് ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാനും റാഹത്തിനും സന്തോഷത്തിനും വേണ്ടി ദുആ ചെയ്യണ തങ്ങളുപ്പ ഇൻഷാ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഇവിടെ മോന് ഖൈറായ ജോലി നീ എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ തീർത്ത് കൊടുക്കണേ അല്ലാഹ്. തങ്ങളുപ്പ എൻ്റെ പൊന്നുമോൻ്റെ വീട് പണി എത്രയും പെട്ടെന്ന് റാഹത്തോടെ പൂർത്തിയായി കിട്ടാൻ ദുആ ചെയ്യണേ. എല്ലാ മുറാദും ഹസ്സലാവാൻ ദുആ ചെയ്യണേ. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരുടെ പൊന്നുമോന്റെ വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എൻ്റെ വീട് പണി തീർന്നിട്ടില്ല, മുടങ്ങിപ്പോയിട്ട് വർഷങ്ങളായി താമസിക്കുന്നുണ്ട്. വീടിന്റെ പണി തുടങ്ങാൻ തങ്ങളിപ്പോ ദുആ ചെയ്യണേ. മജ്‌ലിസിൽ ഈ മജ്‌ലിസ് ഒരു സമാധാനമാണ് ഇൻഷാ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് വീട് പണി എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള സമ്പത്ത് നീ കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാ കാര്യം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. മോളുടെ വീട് പണി വേഗം പൂർത്തിയായി കിട്ടാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. മോളുടെ വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിന്റെ ടെൻഷൻ മാറാനും കടങ്ങൾ വീടാനും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും ഉണ്ടാകാനും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും തങ്ങൾ ദുആ ചെയ്യണേ. ഭർത്താവിന്റെ ടെൻഷൻ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മോൾക്ക് നല്ലൊരു കല്യാണക്കാരും ശരിയായി കിട്ടാനും നല്ലൊരു ജോലി ശരിയായി കിട്ടാനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ് ഒരു സ്വാലിഹായ ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മോൾക്ക് ഖൈറായ കല്യാണം ശരിയാവാനും മോന് നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടാനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ് മോൾക്ക് ഖൈറായ ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഒരു അല്ലാഹുവേ സ്വാലിഹായ ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വീടി കിട്ടാൻ ദുആ ചെയ്യണേ ഞങ്ങളിപ്പാ ഇൻഷാ അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ് അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ അല്ലാഹ്. എൻ്റെ മക്കളുടെ ഫാറ്റ് ലിവർ മാറാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ് അസുഖങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഹസ്ബൻഡിന്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരുടെ സ്വഭാവം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ രീതിയിൽ ഭാര്യയുമൊത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നീ മനസ്സ് കൊടുക്കണേ അല്ലാഹ്. അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. തങ്ങളുപ്പാന്റെ വീട് ജപ്തിയിലാണ്. 7 ദിവസം കൊണ്ട് ലോൺ അടക്കണം തങ്ങളുപ്പാ. ഒരു വഴിയുമില്ല, വിഷമത്തിലാണ് തങ്ങളുപ്പാ. ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ ആ സഹോദരിയുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള മാർഗം നീ എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജപ്തി ചെയ്യുന്നൊരവസ്ഥ നീ കൊടുക്കല്ലേ അല്ലാഹ്. അത്തരം ബുദ്ധിമുട്ടുകൾ നീ കൊടുക്കല്ലേ അല്ലാഹ്. പല്ല് വേദനയാണ് തങ്ങളിപ്പാ ദുആ ചെയ്യണേ. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്.
എനിക്കും എൻ്റെ കുടുംബത്തിനും ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് ചെയ്യാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിനോടെയും അവർക്കും അവരുടെ കുടുംബത്തിനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. എൻ്റെ മോന് 33 വയസ്സായി, ഖൈറായ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാനും ദുആ ചെയ്യണം ഞങ്ങളുപ്പാ ഇൻഷാ അല്ലാഹ്. ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്, ഒരു സ്വാലിഹത്തായ ഇണയെ എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട്, ഇസ്തിഗ്ഫാർ സ്വലാത്തിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്. എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി ഒരു ദിവസം പോലും സമാധാനമില്ല, ജീവിച്ചിട്ടില്ല. വളരെ സങ്കടത്തിലും ആണ്. തങ്ങളെ ഖൈറായ ഒരു തീരുമാനമാവാൻ നിങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ആ സഹോദരിക്ക് നീ റാഹത്ത് കൊടുക്കണം അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ എന്താണ് ഖൈറെങ്കിൽ നീ ഖൈർ നീ അടുപ്പിക്കണം അല്ലാഹ്. മരുമോളുടെ പിണക്കം മാറാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഭർത്താവിന് ജോലി ഉണ്ടാവാനും ബർക്കത്ത് ഉണ്ടാവാനും തങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഭർത്താവിന് ജോലി കൊടുക്കണം അല്ലാഹ്, ജോലിയിൽ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്. ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. വീട് വിറ്റുപോവാൻ ഉസ്താദേ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മകന്റെ ഷോപ്പിൽ ബർക്കത്ത് ഉണ്ടാവാൻ, കച്ചവടം ഉണ്ടാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മുറാദുകൾ ഹസിലാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മക്കൾക്ക് പഠിപ്പുണ്ടാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മകനും മകളും ഖുർആൻ പഠിക്കാൻ, സ്വാലിഹായ ഒരു ഹാഫിള് ആവാനും ആലിമാവാനും തങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ശ്വാസം മുട്ടും പൈശാചിക ശല്യം മാറാനും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എൻ്റെ മരുമകളുടെ വാശിയും ദേഷ്യവും മാറി കിട്ടാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഭർത്താവിൻ്റെ ശ്വാസം മുട്ടൽ മാറാൻ ദുആ ചെയ്യണം. മക്കൾ നന്നാവാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എല്ലാ മുറാദും ഹാസിലാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മകന്റെ തറപ്പണി തുടങ്ങാൻ, തറവാട് പൊളിക്കാതെ തറപ്പണി തുടങ്ങാൻ ദുആ ചെയ്യണേ, ദുആയിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. തങ്ങളുപ്പ ശരീരത്തിലുള്ള എല്ലാ രോഗവും ശിഫയാവാൻ തങ്ങളുപ്പ ദുആ ചെയ്യണം, എല്ലാ തടസ്സവും മാറാൻ തങ്ങളുപ്പ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ധാരാളം ആളുകൾ ധാരാളം മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്തവര് റഹ്മുർ-റഹീമീനായ അല്ലാഹ്, റഹ്മുർ-റഹീമീനായ തമ്പുരാനെ എഴുതി അറിയിക്കാതെ ദുആ വസിയത്തുകൾ കരുതിയവർ, മനസ്സിൽ കരുതിയവരുണ്ട്. എന്താണ് അവരുടെ ദുആ വസിയത്ത്, അവരുടെ മുറാദുകൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ എഴുതി അറിയിച്ചവരുടെ എല്ലാ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എല്ലാം മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجا راجنايا ملك الجبار يا مالك الملوك
റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ല അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ല അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ല അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്, അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. ധാരാളം
ധാരാളം ഓഫീസുകളിൽ കൊടുത്തു. ഒരു വിളിയുമില്ല തങ്ങളെ ദുആഎന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. നീ തളർത്തല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ. അവർക്ക് കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരനെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. നീ
മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ. അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ. അല്ലാഹ് അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ. അല്ലാഹ് അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ. അല്ലാഹ് ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ. അല്ലാഹ് ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ്. അല്ലാഹ് 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹ് അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ. അല്ലാഹ് സ്വർഗ സന്തോഷപൂരിതമാക്കണേ. അല്ലാഹ് സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ. അല്ലാഹ് നീ എത്തിക്കണേ. അല്ലാഹ് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹ് ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ. അല്ലാഹ് ഖബറിൽ കൂട്ടാളിയാക്കണേ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ്. അല്ലാഹ് ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം. അല്ലാഹ് ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം. അല്ലാഹ് ഖബറിൽ കൂട്ടാളിയാക്കണം. അല്ലാഹ് ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ. അല്ലാഹ് വിശാല നൽകണേ. അല്ലാഹ് വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും. അല്ലാഹ് നിങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു. അല്ലാഹ് ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും. അല്ലാഹ് ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ. അല്ലാഹ് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ. അല്ലാഹ് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ. അല്ലാഹ് ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ. അല്ലാഹ് ഞങ്ങളെ ജനാസയെ ചേർക്കണേ. അല്ലാഹ് ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ. അല്ലാഹ് നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ. അല്ലാഹ് നീ നൽകണേ. അല്ലാഹ് തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ. അല്ലാഹ് അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ. അല്ലാഹ് ഞങ്ങളെ ചേർക്കണേ. അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ. അല്ലാഹ് ഏറ്റമേറ്റം ഉദവി നൽകണേ. അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.